For glutathione, there are people who are not able to come here on a daily basis or on a regular basis to take their dosage. So what is the alternative to this? ഇഞ്ചെക്ഷൻസ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ടാബ്ലറ്റ്സ്. മനസ്സിലായില്ലേ? ടാബ്ലറ്റ്സ് തന്നെ പല രീതിയിലുണ്ട്, പല ടൈപ്പ് ഓഫ് ഗ്ലൂട്ടോഥൈൻ പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഇമോത്തിയോൺ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഗ്ലൂട്ടോഥൈൻ ഉണ്ട്. പല രീതിയിലുള്ള ടാബ്ലറ്റ്സ് ആയിട്ടും സാഷേസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇഞ്ചെക്ഷൻ ആയിട്ട് എടുക്കുന്നതാണ്. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന അബ്സോർപ്ഷനേക്കാളും ഒരുപാട് കൂടുതലാണ് നമ്മൾ ഇഞ്ചെക്ഷനായിട്ട് ഒരു മരുന്നുകൾ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡോസേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഗ്ലൂട്ടാഥയോൺ ബേസിക്കലി ഞാൻ പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതി അല്ല. യൂഷ്വലി ഇറ്റ്സ് ഫോർ സ്കിൻ ബ്രൈറ്റനിങ്, അങ്ങനത്തെ ഒരു ആന്റി ഓക്സിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്ലൂട്ടാഥയോണിനെ കാണാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഗ്ലൂട്ടാഥയോൺ എടുക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി എഫക്റ്റീവ് വിത്ത് നമ്മൾ ബാക്കിയുള്ള സ്കിന്നിന്റെ എന്തൊക്കെയാണോ കൺസേൺസ് ഉള്ളത് അതിനനുസരിച്ചുള്ള പ്രൊസീജിയറിന്റെ കൂടെ ഗ്ലൂട്ടാഥയോൺ എടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അല്ല നമ്മൾ ഗ്ലൂട്ടാഥയോൺ മാത്രമായിട്ട് എടുക്കുമ്പോഴല്ല ഗ്ലൂട്ടാഥയോൺ എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറലി ഓപ്ഷൻസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ സാഷേസ് ആയിട്ടോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒരുപാട്. ഗ്ലൂട്ടാഥയോൺ പിന്നെ നമ്മൾ പല രീതിയിൽ ആൾക്കാർ എടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഇഞ്ചെക്ഷൻ എടുക്കൽ അത്ര പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അവരുടെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ അവർ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇഞ്ചെക്ഷനും ബാക്കി ദിവസങ്ങളിലും ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ രീതിയിൽ ഡോസേജ് ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മളത് കൂടുതലും പ്ലാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. എല്ലാവരുടെടുത്തും നമ്മളിപ്പോൾ ആഴ്ചയിൽ ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് നിർബന്ധം പറയാറില്ല. ബിക്കോസ് ഗ്ലൂട്ടാഥയോൺ ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണാൻ പാടുള്ളൂ. അതൊരു സ്റ്റാൻഡ് അലോൺ ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു ഓഗ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സപ്ലിമെൻ്ററി ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൂടുതലും സ്റ്റേജിൽ നമ്മളതിൻ്റെ കൂടുതൽ പ്ലാൻ ചെയ്യാറ്. യൂഷ്വലി പിന്നെ ആളുകൾ പറയാറുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫാർമസിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിയിട്ടൊക്കെ ഗ്ലൂട്ടാഥയോൺ കുറേ കാലം കഴിച്ചു ഒട്ടും റിസൾട്ട് ഇല്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതിങ്ങനെയാണ്. ഗ്ലൂട്ടാഥയോൺ ഒരു സ്റ്റാൻഡ് അലോൺ സംഭവമായിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതല്ല. ഓരോരുത്തരുടെ സ്കിന്നിനുള്ള പ്രശ്നങ്ങളും പലതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ റുട്ടീൻ കറക്റ്റ് ആവണം. നമ്മുടെ സ്കിന്നിന് ഡാമേജ് പോകാനുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതിൻ്റെ കൂടെ കറക്റ്റ് ആവണം. ഇതിൻ്റെ കൂടെയാണ് ഗ്ലൂട്ടാഥയോൺ, അതും കറക്റ്റ് ഗ്ലൂട്ടാഥയോൺ, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്ലൂട്ടാഥയോൺ തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചുള്ള ഗ്ലൂട്ടാഥയോണും ഉണ്ടാവണം. ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഡോക്ടറെ കണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്.